മോദിയെ ഒന്ന് ചൊറിഞ്ഞതേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് കിട്ടിയ പണികളുടെ ചരിത്രമോർക്കുമ്പോൾ ഏതൊരു കൊമ്പത്തെ കോർപ്പറേറ്റ് ഭീമന്റെയും കാലിനടിയിലൂടെ മണ്ണ് ഒലിച്ചു പോകും. ആരെക്കുറിച്ചാണ് പറയുന്നതാവുമല്ലേ ആലോചിക്കുന്നത്? വേറെ ആരുമല്ല, നമ്മുടെ മെറ്റാ തലവനെ കുറിച്ചാണ്. കുട്ടികളുടെ മാനസികാരോഗ്യം ചവിട്ടിയരച്ച് കോടികൾ കൊയ്യുന്ന മെറ്റയ്ക്ക് അമേരിക്കൻ കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എക്കാലത്തെയും വലിയ എട്ടിന്റെ പണിയാണ്. ആപ്ലിക്കേഷനുകളുടെ ഭ്രാന്തമായ ലോകത്തിലേക്ക് കൊച്ചുകുട്ടികളെ അടിമകളാക്കി മാറ്റിയ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും മാതൃകമ്പനിക്ക് ന്യൂ മെക്സിക്കോ കോടതി വിധിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കണ്ണു തള്ളിക്കുന്ന പിഴയാണ്. 567 മില്യൺ ഡോളർ, അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 5000 കോടിയിലധികം രൂപ. സംഗതി കേട്ട് മാർക്ക് സക്കർബർഗിന്റെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ടാകും. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി സോഷ്യൽ മീഡിയ കമ്പനിക്കെതിരെ ലോകത്ത് ഒരു കോടതി ചുമത്തുന്ന ഏറ്റവും വലിയ തുകയാണിത്. ആപ്പുകളുടെ ഉപയോഗ സമയം പരിമിതപ്പെടുത്തണമെന്നും നോട്ടിഫിക്കേഷനുകൾക്ക് കടിഞ്ഞാൺ ഇടണമെന്നും കുട്ടികളിലേക്ക് ഇതൊക്കെ എത്തുന്നത് തടയണമെന്നും ജഡ്ജി ബ്രയാൻ ബീറ്റ്ഷേഡ് കർശന ഉത്തരവുകൾ ഇറക്കുമ്പോൾ മെറ്റയുടെ അടിവേരുകൾ തന്നെയാണ് ഇളകിയിരിക്കുന്നത്. ഇതിനു പുറമെ വ്യാജ സുരക്ഷാ വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ പറ്റിച്ചതിന് വിധിച്ച 375 മില്യൺ ഡോളർ കൂടിയാകുമ്പോൾ ആകെ തുക 8000 കോടിയിലധികം രൂപയോളമായി ഉയരുകയാണ്. കുട്ടികളുടെ ചോര നീരാക്കി ഉണ്ടാക്കുന്ന പണത്തിന് അമേരിക്കൻ മണ്ണിൽ നല്ല വിലയുണ്ട് എന്ന് സക്കർബർഗ് ഇപ്പോൾ വൈകിയാണെങ്കിലും മനസ്സിലായി കാണും. അപ്പീല് പോകുമെന്നൊക്കെ പറഞ്ഞ് കമ്പനി വീമ്പിളക്കുന്നുണ്ടെങ്കിലും കുറെ കാലമായി കൗമാരക്കാരുടെ തലച്ചോറ് തിന്നുകൊണ്ടിരുന്ന ടെക് ഭീമന് കിട്ടിയ ഈ അടി കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. ഇതിനിടയിലാണ് ഇങ്ങോട്ട് വന്ന് ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് ചൊറിഞ്ഞത്. ഇതിൻ്റെയൊക്കെ പേരിൽ പുള്ളിക്ക് കിട്ടിയ ക്ഷീണം ഒന്ന് മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്കറിയാമല്ലോ, മോദിയെ ചൊറിഞ്ഞാൽ ട്രംപ് വെറുതെ ഇരിക്കില്ല, ഇന്ത്യ വെറുതെ ഇരിക്കില്ല. അതിനുള്ള മറുപടിയാണ് ഈ സംഭവത്തോടെ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം നടന്ന ആ സംഭവത്തിൽ മെറ്റാ തലവന്മാർ അക്ഷരാർത്ഥത്തിൽ വാലും ചുരുട്ടി ഓടിയതാണ്. പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ആ നിർണായക വീഡിയോ കൃത്യം 5 മണിക്കൂറോളം പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്രത്യക്ഷമായി. സാങ്കേതിക തകരാറാണെന്നും അൽഗോരിതത്തിന്റെ കയ്യബദ്ധമാണെന്നും ഒക്കെ പറഞ്ഞ് തടിയൂരാൻ നോക്കിയ മെറ്റയ്ക്ക് മുന്നിലേക്ക് രാജ്യത്തെ IT മന്ത്രാലയവും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അക്ഷരാർത്ഥത്തിൽ തീപ്പന്തവുമായി ചാടി വീഴുകയായിരുന്നു. BJP MP-യുടെ നേതൃത്വത്തിലുള്ള സമിതി നൽകിയ അന്ത്യശാസനം കേട്ട് സക്കർബർഗിന്റെ ഓഫീസിൽ തുള്ളൽ പനി പിടിച്ചു എന്നാണ് അറിയുന്നത്. കേവലം 3 ദിവസത്തിനകം മാർക്ക് സക്കർബർഗ് വ്യക്തിപരമായി മാപ്പ് പറയണമെന്നും അല്ലാത്ത പക്ഷം IT നിയമത്തിലെ സേഫ് ഹാർബർ സംരക്ഷണം ഊരിയെടുത്ത് FIR ഇടുമെന്നുമുള്ള ഭീഷണി കൂടി വന്നതോടെ മെറ്റയുടെ സർവ്വ അഹങ്കാരവും ഒറ്റയടിക്ക് അടങ്ങി. പ്രധാനമന്ത്രിയുടെ വീഡിയോ പോലും പ്ലാറ്റ്ഫോമിൽ സുരക്ഷിതമല്ലെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ എന്താകുമെന്ന ചോദ്യത്തിന് മുന്നിൽ മെറ്റാ പ്രതിനിധികൾക്ക് വായ തുറക്കാൻ കഴിഞ്ഞില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡീപ് ഫേക്ക് തട്ടിപ്പുകളും സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്ന ഉള്ളടക്കങ്ങളും യാതൊരു ഉളുപ്പുമില്ലാതെ വാരിയെറിഞ്ഞുകൊണ്ടിരുന്ന മെറ്റയ്ക്ക് ഒടുവിൽ ഇന്ത്യയുടെ ശക്തമായ താക്കീതിന് മുന്നിൽ തല കുനിക്കേണ്ടി വന്നു. ഉന്നത മെറ്റാ പ്രതിനിധികൾ പങ്കെടുത്ത ആ യോഗത്തിൽ സക്കർബർഗിന് വേണ്ടി ഒടുവിൽ അവർ ഔദ്യോഗികമായി മാപ്പ് പറയുകയായിരുന്നു. ലോകത്തെ വിറപ്പിക്കുന്ന സാങ്കേതിക വിഭ്രാന്തിയുടെ അധിപനാണ് താനെന്ന് നടിച്ച സക്കർബർഗ് അമേരിക്കൻ കോടതിയിൽ നിന്ന് കോടികളുടെ പിഴയും വാങ്ങി ഇന്ത്യയുടെ മുന്നിൽ വന്ന് തൊഴുതു നിൽക്കേണ്ടി വന്ന ഈ അവസ്ഥ കാലം കരുതി വെച്ച അപൂർവ കാഴ്ച തന്നെയാണ്. ഉപയോക്താക്കളെ വെറും പണമുണ്ടാക്കാനുള്ള ഉപാധിയാക്കി മാറ്റി ഡാറ്റയും സ്വകാര്യതയും വിറ്റ് തിന്നുന്ന ഈ കമ്പനികൾക്ക് ഇതൊക്കെ തന്നെ വേണം. AI ചാറ്റ് ബോട്ടുകളിലെ സുരക്ഷാ വീഴ്ചകളും അൽഗോരിതത്തിന്റെ പേരിൽ കുറ്റകൃത്യങ്ങൾക്ക് അനാവശ്യ പ്രചാരം നൽകുന്ന വൃത്തികെട്ട കളികളും ഇനി മെറ്റയ്ക്ക് എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ കഴിയില്ല. സോഷ്യൽ മീഡിയ ലോകത്തെ രാജാക്കന്മാരാണെന്ന് അഹങ്കരിച്ചവർ ഇപ്പോൾ ഓരോ വക്കീൽ നോട്ടീസിനും കോടതി ഉത്തരവിനും മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്നതാണ് ഇന്നത്തെ ടെക് ലോകത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം. കുട്ടികളുടെ മാനസികാരോഗ്യം ചവിട്ടിമെതിച്ചുണ്ടാക്കുന്ന ആഡംബര ജീവിതത്തിന് അമേരിക്കൻ കോടതിയിട്ട വില 5000 കോടിയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഭരണകൂടങ്ങളിൽ ഒന്നിന്റെ കണ്ണിൽ കരടായതിന് അവർ നൽകേണ്ടി വരുന്ന വില ഇതിലും എത്രയോ വലുതാണ്.
എങ്ങനെയൊക്കെ കളിപ്പിച്ചാലും ഒടുവിൽ തങ്ങളുടെ അക്കൗണ്ടിലെ പൂജ്യങ്ങൾ കുറയുന്നതും കോർപ്പറേറ്റ് ഗർവ് തകർന്ന് വീഴുന്നതും കാണാൻ നല്ല രസമുണ്ട്. അല്പം വൈകിയാണെങ്കിലും ലോകം ഈ ഡിജിറ്റൽ ഭീമന്മാരെ ഒതുക്കി തുടങ്ങിയിരിക്കുന്നു എന്നത് ആശ്വാസകരമായ സത്യമാണ്. ഇനിയെങ്കിലും കുട്ടികളെയും പൗരന്മാരെയും വെറുമൊരു ആപ്പ് അടിമകളായി കാണാതെ ഉത്തരവാദിത്തമുള്ള രീതിയിൽ കമ്പനി മുന്നോട്ടു പോകുമോ അതോ വീണ്ടും പുതിയ തട്ടിപ്പുകളുമായി ഇറങ്ങുമോ എന്ന് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ ഇരട്ട പ്രഹരങ്ങൾ മെറ്റയുടെ ആസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചലനങ്ങൾ ചെറുതല്ല. വരും ദിവസങ്ങളിൽ ഈ സോഷ്യൽ മീഡിയ ഭീമന്മാർക്ക് തങ്ങളുടെ സിസ്റ്റം അടിമുടി അഴിച്ചു പണിയേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അടിച്ചടിച്ച് ബുദ്ധി വരുത്തുന്ന ഈ രീതി തന്നെയാണ് ഇത്തരം കമ്പനികൾക്ക് ഏറ്റവും അനുയോജ്യമായ മരുന്ന് എന്ന് സക്കർബർഗിന്റെയും കൂട്ടരുടെയും ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ആർക്കും ബോധ്യമാകും. ഡിജിറ്റൽ സാമ്രാജ്യത്തിന്റെ അഹങ്കാരത്തിന് കാലം നൽകിയ ശക്തമായ മറുപടിയായി ഈ സംഭവങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുമെന്നത് തീർച്ചയാണ്. വരും കാലങ്ങളിൽ ഉപയോക്താക്കളുടെ അവകാശങ്ങൾക്കായി കൂടുതൽ രാജ്യങ്ങൾ ഇത്തരം ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്നതിന്റെ സൂചന കൂടിയാണ് ഈ വാർത്തകൾ നൽകുന്നത്. മെറ്റയുടെയും മറ്റ് വൻകിട ടെക് കമ്പനികളുടെയും സർവ്വ അധികാര പ്രയോഗങ്ങളും ഇനി മുതൽ അത്ര എളുപ്പത്തിൽ വില പോവില്ലെന്ന് ചുരുക്കം. ഈ ഡിജിറ്റൽ കൊള്ളക്കാർക്കെതിരെ ലോകമെമ്പാടുമുള്ള നിയമവ്യവസ്ഥകൾ ഉണർന്നു പ്രവർത്തിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യർക്ക് വലിയൊരു ആശ്വാസമാണ്. ആരുടെയും മുന്നിൽ തോൽക്കില്ലെന്ന് വീമ്പിളക്കുന്ന സക്കർബർഗിന്റെയും കൂട്ടരുടെയും സാമ്രാജ്യങ്ങൾ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ വിറച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം ശിക്ഷാ നടപടികൾ. അന്താരാഷ്ട്ര തലത്തിൽ വൻകിട കമ്പനികൾ നേരിടുന്ന ഇത്തരം പ്രതിസന്ധികൾ ഡിജിറ്റൽ രംഗത്ത് വലിയൊരു ശുദ്ധീകരണ കലശത്തിന് തന്നെയാകും വഴിതെളിക്കുക. സാധാരണക്കാരുടെ വിവരങ്ങളുടെ സുരക്ഷയും പ്രായപൂർത്തിയാകാത്തവരുടെ മാനസികാരോഗ്യവും പണയപ്പെടുത്തി നടത്തുന്ന ചൂഷണങ്ങൾക്കെതിരെ ശക്തമായ നിയമനിർമ്മാണങ്ങൾ ലോകവ്യാപകമായി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മെറ്റയെ പോലുള്ള വമ്പന്മാർക്ക് കോടതികൾ നൽകിയ ഈ മുന്നറിയിപ്പ് ഭാവിയിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഒരു പാഠമായിരിക്കുമെന്നതിൽ സംശയമില്ല. സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം, അല്ലാതെ തലച്ചോറ് മരവിപ്പിക്കുന്ന അടിമത്തത്തിന് വേണ്ടിയാകരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവങ്ങളെല്ലാം നൽകുന്നത്. ഇത്തരം കോർപ്പറേറ്റ് ഭീമന്മാർ തങ്ങളുടെ സാമ്പത്തിക ശേഷിയും നിയമപരമായ പഴുതുകളും ഉപയോഗിച്ച് എത്ര കാലം വേണമെങ്കിലും നിയമങ്ങളെ മറികടക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ജനങ്ങളുടെയും ശക്തമായ ഭരണകൂടങ്ങളുടെയും സംയുക്തമായ ചെറുത്തുനിൽപ്പിന് മുന്നിൽ അവർക്ക് ഒടുവിൽ കീഴടങ്ങേണ്ടി വരും. ഡിജിറ്റൽ ഇടങ്ങൾ സുരക്ഷിതമല്ലാതായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സാങ്കേതിക മുന്നേറ്റങ്ങളുടെ മറവിൽ ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്നതും സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. മെറ്റയ്ക്ക് ലഭിച്ച ഈ പ്രഹരം ഡിജിറ്റൽ ലോകത്തെ മറ്റ് പല കമ്പനികൾക്കും കടുത്തൊരു സന്ദേശമാണ് നൽകുന്നത്. നിയമങ്ങൾ പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ കോടികളുടെ പിഴയും കടുത്ത നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്ന് സക്കർബർഗിന്റെ അനുഭവം എല്ലാവരെയും പഠിപ്പിക്കുന്നു. ഭാവിയിൽ സോഷ്യൽ മീഡിയകളുടെ രൂപഭാവങ്ങളിലും അവയുടെ പ്രവർത്തന രീതികളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ മോദി തുടങ്ങിവെച്ച ഈ യുദ്ധം സഹായിക്കും. കുട്ടികൾക്കായുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കപ്പെടുമെന്നും അൽഗോരിതങ്ങളുടെ തകരാറുകൾ പരിഹരിക്കാൻ കമ്പനികൾ നിർബന്ധിതരാകുമെന്നും ഉറപ്പാണ്. ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏത് വലിയ സാമ്രാജ്യത്തിനും തകർച്ച ഉറപ്പാണെന്ന യാഥാർത്ഥ്യം ഈ സംഭവങ്ങളിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ സാങ്കേതിക വിദ്യയുടെ നിയന്ത്രണം ഇനി കോർപ്പറേറ്റുകളുടെ കൈകളിൽ മാത്രം ഒതുങ്ങില്ല എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണിത്. ഇന്ത്യയെ ചെറുതാക്കി കാണുന്നവർക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണിത്. സാധാരണക്കാരുടെ ശബ്ദവും ശക്തമായ ഭരണകൂട നടപടികളും ഒത്തുചേരുമ്പോൾ ഏത് വമ്പൻ ശ്രാങ്കുമാരെയും മുട്ടുകുത്തിക്കാമെന്ന് നമ്മുടെ സർക്കാർ നമുക്ക് കാണിച്ചു തന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മെറ്റ നേരിട്ട ഈ ചരിത്രപരമായ തിരിച്ചടികൾ. അപ്പോൾ ഈ പകരത്തിന് പകരം കൊടുത്തതിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.